السلام عليكم ورحمة الله تعالى وبركاته. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. بسم الله الرحمن الرحيم. لا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله صدق بلغ الرسول الشاهد. الحمد لله. അസ്സലാമു അലൈക്കും. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ആദ്യം തന്നെ ഈ സൂറത്തിൽ നിന്നും ഒരു മനുഷ്യൻ കീപ്പ് ചെയ്യേണ്ട ചില ക്വാളിറ്റികൾ, അല്ലെങ്കിൽ മാനവരാശിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ചില സന്ദേശങ്ങൾ, ഇനി അതുമല്ലെങ്കിൽ മുഹമ്മദ് നബിക്കുള്ള ക്വാളിറ്റികൾ, മുഹമ്മദ് നബിയുടെ ക്വാളിറ്റികൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഞാൻ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ വെറുതെ ചെവി കൊണ്ട് കേൾക്കാതെ അതിനെ നിങ്ങൾ ശ്രദ്ധിക്കുക. ശ്രദ്ധ എന്ന ആക്ടിവിറ്റി ചെയ്യാനായിട്ട് നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ ആത്മാവുമാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ആത്മാവിനെ കൊണ്ട് ഞാൻ പറയുന്നതിനെ നിങ്ങൾ സങ്കല്പിക്കുകയും വേണം. ഞാൻ പറയുന്ന കാര്യം എൻ്റെ എതിരെ നിൽക്കുന്ന വ്യക്തിക്ക് 100% ശരിയാണെന്ന് തോന്നിയാൽ മാത്രം അംഗീകരിക്കുക. അതല്ലെങ്കിൽ അതിനെ അർഹിച്ച അവജ്ഞയോടെ തള്ളിക്കളയുക. തുടർന്ന് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ എനിക്ക് പേഴ്സണലി വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ അതിൻ്റെ സംശയങ്ങൾ അള്ളാഹുവിൻ്റെ അനുവാദത്തോടെ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഈ സൂറത്ത് ഒരു അപ്രീഷിയേഷനാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. അതായത് ഒരു കാര്യം ആരെങ്കിലും ചെയ്തത് നേടിയെടുത്താൽ നമ്മൾ അവരെ പോയിട്ട് അഭിനന്ദിക്കും. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിനന്ദിക്കുകയാണ് ഇവിടെ. സോ അഭിനന്ദനം. അപ്പോൾ അഭിനന്ദനം എന്ന് പറയുന്നത് നല്ലൊരു ക്വാളിറ്റിയാണ്. ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് അഭിനന്ദനം. ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ അല്ലെങ്കിൽ അച്ചീവ് ചെയ്താൽ, അത് നേടിയെടുത്താൽ അവരെ നമ്മൾ പോയിട്ട് അഭിനന്ദിക്കണം, അപ്രീഷിയേറ്റ് ചെയ്യണം. സോ അപ്രീഷിയേഷൻ മീൻസ് അഭിനന്ദനം. അതാണ് അപ്രീഷിയേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം, അഭിനന്ദനം എന്നാണ്. ഓക്കെ. റെക്കഗ്നൈസ് ചെയ്യണം. റെക്കഗ്നൈസിങ് എന്ന ഇതൊരു ക്വാളിറ്റിയാണ്. റെക്കഗ്നൈസിങ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റിയാണ്. റെക്കഗ്നൈസിങ് മീൻസ് വാട്ട്? നമ്മൾ തിരിച്ചറിയണം. അതാണ് റെക്കഗ്നൈസ് ചെയ്യുക, തിരിച്ചറിയുക. ഐഡൻറ്റിറ്റി. ഇപ്പോൾ
ഇപ്പോൾ ഒരാളുടെ കഴിവിനെ നമ്മൾ തിരിച്ചറിയണം, അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യണം. അപ്പോൾ റെക്കഗ്നൈസ് തിരിച്ചറിഞ്ഞതിന് ശേഷം വേണം അയാൾ അഭിനന്ദിക്കാൻ. അതാണ് റെക്കഗ്നൈസിങ് ആൻഡ് അപ്രീഷിയേറ്റിംഗ്. എന്താണ് ഇവിടെ തിരിച്ചറിയേണ്ടത്, എന്താണ് അഭിനന്ദിക്കേണ്ടത്, എന്തിനെയാണ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്, എന്തിനെയാണ് തിരിച്ചറിയേണ്ടത്? നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ബ്ലെസ്സിങ്സ് ഓഫ് അള്ളാഹ്, ബ്ലെസ്സിങ്സ് ബിസ്റ്റൗഡ് എന്ന് പറഞ്ഞാൽ ബ്ലെസ്സിങ്സ് ചൊരിഞ്ഞിരിക്കുകയാണ്, അനുഗ്രഹം അറിഞ്ഞു നൽകിയിരിക്കുകയാണ്, ചൊരിഞ്ഞ് നൽകിയിരിക്കുകയാണ് അള്ളാഹ്. അതാണ് ബിസ്റ്റൗഡ് എന്നുള്ളൊരു അർത്ഥം. അപ്പോൾ നിങ്ങൾ ബിസ്റ്റൗഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധാരാളമായി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഒരാളുടെ കഴിവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ഒരാളുടെ കഴിവിനെ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ നിങ്ങൾ അഭിനന്ദിക്കുക. അഭിനന്ദിക്കുമ്പോൾ എങ്ങനെയാണ് അഭിനന്ദിക്കേണ്ടത്? അയാൾക്ക് നിങ്ങൾ ധാരാളമായിട്ടുള്ള നന്മകൾ ചെയ്തു കൊടുക്കുക, ധാരാളമായിട്ടുള്ള നല്ല കാര്യങ്ങൾ അയാൾക്ക് ചെയ്തു കൊടുക്കുക, ധാരാളമായിട്ടുള്ള നല്ല കാര്യങ്ങൾ അയാൾക്ക് പറഞ്ഞു കൊടുക്കുക. അത് കൂടാതെ ഒരാളുടെ കഴിവിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുകയും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും എന്നിട്ട് അതിന് ധാരാളമായിട്ടുള്ള നല്ല കാര്യങ്ങൾ അയാളോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തതിന് ശേഷം അയാൾക്ക് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു പാരിതോഷികം കൊടുക്കണം, ഒരു നന്മയുടെ പാരിതോഷികം. അല്ലാതെ അതിൻ്റെ ഒരു വിലയല്ല കൊടുക്കേണ്ടത്, ഒരു പ്രൈസ് അല്ല അത്. അതിനൊരു പ്രൈസായിട്ട് കാണരുത്, അതൊരു സമ്മാനമായിട്ട് വേണം കാണാൻ, ഒരു ഗിഫ്റ്റ്. അപ്പോൾ ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ അതിന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ അഭിനന്ദിച്ച് അയാളോട് ഒത്തിരി നല്ല വാക്കുകൾ പറഞ്ഞ് ഒരു സമ്മാനവും കൂടി അയാൾക്ക് കൊടുക്കണം. അതാണ് ഇതിൻ്റെ കറക്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. എക്സ്പ്രഷൻ എന്നുള്ളൊരു ക്വാളിറ്റി ഈ സൂറത്തിൽ നിന്നും പറയുന്നത്. എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് ഒരാളോട് സ്നേഹമുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ മാത്രം വെച്ചാൽ പോരാ, നമ്മളത് പുറത്ത് കാണിക്കുകയും വേണം, എക്സ്പ്രസ് ചെയ്യണം എന്നാണ് പറയുന്നത്. എക്സ്പ്രഷൻ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി. ഞാൻ ഈ പറയുന്ന ക്വാളിറ്റികളൊക്കെ നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. യു ടേക്ക് നോട്ട്സ് ഓഫ് വാട്ട് എവർ ഐ എം സെയിങ്. കുട്ടികൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെല്ലാം ഇത് കേൾക്കുന്നു, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ എല്ലാ നല്ലവരായ തങ്കക്കുടങ്ങൾ, എൻ്റെ മുത്തുമണികൾ, എൻ്റെ കുടുംബക്കാർ, എൻ്റെ രക്തബന്ധങ്ങൾ, എൻ്റെ ചങ്കുകളാണ് നിങ്ങൾ. അപ്പോൾ ഞാൻ പറയുന്നത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നിങ്ങൾ എഴുതി വെച്ചിട്ട് നിങ്ങളുടെ നിത്യജീവിതത്തിലും കൂടി ഇത് ഉപയോഗിക്കണം. ഇൻഷാ അല്ലാഹ് ഞാനും നിങ്ങളും ഉപയോഗിക്കണം. ആദ്യമായി എൻ്റെ മാതാവ്, രണ്ടാമതായി എൻ്റെ മാതാവ്, മൂന്നാമതായി എൻ്റെ മാതാവ്, നാലാമതാണ് എൻ്റെ പിതാവ്, അതിനുശേഷം ഞാൻ, ശേഷം നിങ്ങൾ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒരാളുടെ കഴിവിനെ നമ്മൾ എപ്പോഴൊക്കെ തിരിച്ചറിയണം? റെഗുലർലി എന്ന് പറഞ്ഞാൽ സ്ഥിരമായി, എല്ലാ ദിവസവും, ഓരോ നിമിഷവും, അതാണ് എവരി സെക്കൻഡ് ഈസ് എ സെക്കൻഡ് ചാൻസ് എന്ന് പറയുന്നത്. ഓരോ നിമിഷവും നമ്മൾ അവരുടെ കഴിവിനെ തിരിച്ചറിഞ്ഞ് അതിനെ അഭിനന്ദിച്ച് അതിനെ ധാരാളമായി നമ്മൾ പുകഴ്ത്തി പറഞ്ഞിട്ട് ശേഷം അവർക്ക് നമ്മളൊരു സമ്മാനം കൊടുത്തിട്ട് നമ്മളതിനെ എക്സ്പ്രസ് ചെയ്യണം. ഒന്ന് കെട്ടിപ്പിടിച്ചോളൂ. നിങ്ങൾ സമ്മാനം കൊടുത്ത ആളൊന്ന് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്തു നിങ്ങളവിടെ. എന്താണ് ഇവിടെ എക്സ്പ്രസ് ചെയ്യേണ്ടത്? യു ഷുഡ് എക്സ്പ്രസ് താങ്ക്സ്. റെഗുലർലി എക്സ്പ്രസ് യുവർ താങ്ക്സ് ടു ദ പേഴ്സൺ ഹൂ ഡിഡ് ഓൾ ദീസ് തിങ്സ്. ആ ഒരു കാര്യം ചെയ്ത വ്യക്തിയെ സ്ഥിരമായി നിങ്ങളുടെ നന്ദി പ്രകടിപ്പിക്കണം. ഇതെല്ലാം ആരാണ് നമുക്ക് പറഞ്ഞു തരുന്നത്? ഇത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ആരാണ് പറഞ്ഞു തരുന്നത്? എൻ്റെയും നിങ്ങളുടെയും റബ്ബ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബുസ് സമാവാതി വൽ അർള്
റബ്ബുൻ നുജൂം, റബ്ബുൽ ലൈൽ, റബ്ബുൽ ശംസ്, റബ്ബുൽ ഖമർ, റബ്ബുൽ ഖുർആൻ, റബ്ബുൽ അബൂ ശാമത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ക്വാളിറ്റികൾ എഴുതി വെച്ചോളൂ. 1 by 1 ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു 3 ആയത്തുകൾ മാത്രമുള്ള അള്ളാഹുവിൻ്റെ ഏറ്റവും ചെറിയ സൂറത്താണിത്. ഏറ്റവും ചെറിയ ഈ സൂറത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏതൊരു സൂറത്താണെങ്കിലും ഡേ 1 മുതൽ അള്ളാഹുവിൻ്റെ മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ അന്നത്തെ ദിവസം മുതൽ അള്ളാഹുവിൻ്റെ അവസാന സൃഷ്ടിയെയും അവൻ തിരിച്ചെടുക്കുന്ന അന്നത്തെ ദിവസം വരെയും ഇതിൻ്റെ ഈ ഒരു 3 ആയത്തിൻ്റെ വിശദീകരണം ഞാൻ ഇതെന്ന് പറയാൻ തുടങ്ങിയാൽ അത് തീരില്ല. അത്രയുമുണ്ട്. അതിൻ്റെ മുകളിലാടാ എൻ്റെ അറിവ് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഓപ്പൺ ചലഞ്ച് ചെയ്യുകയാണ്, മനുഷ്യനെ വെല്ലുവിളിക്കുകയാണ്. എന്ത് വെച്ചിട്ടാണ് അറിവ് വെച്ചിട്ടാണ് വെല്ലുവിളിക്കുന്നത്. അള്ളാഹുവിൻ്റെ അറിവോളം നിങ്ങളുടെ അറിവുകൾ വരികയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മാനവരാശിയെ ഓതി കേൾപ്പിക്കുകയാണ്. ജിബ്രീൽ വഴി, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി, അതിനുശേഷം മാനവരാശി മൊത്തം വഴിയും ഇപ്പോൾ അബൂശാമത്തിലൂടെയും നിങ്ങളെ ഓതി കേൾപ്പിക്കുകയാണ്. ക്വാളിറ്റികൾ നോട്ട് ചെയ്തോളൂ. റെക്കഗ്നീഷൻ, 1 റെക്കഗ്നീഷൻ, ഓക്കെ. 2 അപ്രീഷിയേഷൻ, 3 ബിസ്റ്റോയിങ്, 4 ബ്ലെസ്സിങ്സ്, 5 ഗ്രാൻഡ്, അതായത് നമ്മൾ അനുവാദം കൊടുക്കുക എന്ന് പറയും. ഗ്രാൻഡ് ചെയ്യുവാണ്, ഗ്രാൻഡിങ്. എംഫസൈസ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുകയും ചെയ്യാണ്. നമ്മളതിനെ അംഗീകരിച്ച് നമ്മളതിനെ ഗ്രാൻഡ് ചെയ്തു, ഇതെല്ലാം ചെയ്തതിനു ശേഷം നമ്മൾ ബാക്കിയെല്ലാം കൊടുക്കുന്നത്. സമ്മാനം കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഒരാൾക്ക്, ഇപ്പോൾ ഒരു ജഡ്ജ് ഒരു മദ്രസയിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേജ് പ്രോഗ്രാം അല്ലെങ്കിൽ വാട്ട്സോ എവർ, അയാൾക്ക് എങ്ങനെയാണ് ഒരു വിജയെ തിരഞ്ഞെടുക്കുക, എന്തെല്ലാം മാനദണ്ഡങ്ങളെ വിലയിരുത്തി വേണം അയാൾക്ക് നമ്മൾ സമ്മാനം കൊടുക്കണമെങ്കിൽ, എന്തെല്ലാം മാനദണ്ഡങ്ങൾ വിലയിരുത്തി വേണം. ഞാൻ ഈ ഒരു സൂറത്തിൻ്റെ ആദ്യത്തെ ആയത്തിൻ്റെ വിശദീകരണം പോലും ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്നുമാണ് ഞാൻ ഇത്രയും പോയിന്റ്സുകൾ നിങ്ങളോട് പറഞ്ഞിരുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ മഹത്വം നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. അതുകൊണ്ട് എല്ലാവരും ഒരു അൽഹംദുലില്ലാഹ് പറയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. അപ്പോൾ റെക്കഗ്നൈസ് ചെയ്യണം, അപ്രീഷിയേറ്റ് ചെയ്യണം, ബ്ലെസ് ചെയ്യണം, ബിസ്റ്റോ ചെയ്യണം, എംഫസൈസ് ചെയ്യണം, ഗ്രാൻഡ് ചെയ്യണം. ഇത്രയും ചെയ്തിട്ട് വേണം നമ്മൾ ഒരാൾക്ക് സമ്മാനം കൊടുക്കാൻ. തിരിച്ചറിയണം, അഭിനന്ദിക്കണം, അനുഗ്രഹിക്കണം, അത് ധാരാളമായിട്ട് അയാളോട് നന്മകൾ ഉപദേശിച്ചു കൊടുക്കണം, അംഗീകരിക്കണം, എംഫസൈസ് ചെയ്യണം, അംഗീകരിക്കണം, ഗ്രാൻഡിങ്, അനുവദിക്കണം. അതിനുശേഷം വേണം നിങ്ങൾ സമ്മാനം കൊടുക്കുവാനായിട്ട്. ഇതെല്ലാം അള്ളാഹു ആണ് പറയുന്നത്, അള്ളാഹുവിൻ്റെ വാക്കുകളാണ്. Recognizing and appreciating the blessings bestowed by Allah as emphasized by the granting of Al-Kawthar. ഇവിടെ എന്താണ് അള്ളാഹു സമ്മാനമായിട്ട് കൊടുത്തിരിക്കുന്നത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെയും നിങ്ങളുടെയും നേതാവ് മുത്ത് മുഹമ്മദ് രാജാവ്, എൻ്റെയും നിങ്ങളുടെയും നേതാവ് മുത്ത് മുഹമ്മദ് രാജാവ്. പരിശുദ്ധമായ ഇസ്ലാം മതവും പരിശുദ്ധമായ ഖുർആനും
പൂർത്തീകരിച്ചത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ്. അള്ളാഹു മാനവരാശിക്ക് ആകെയും ഒത്തിരി 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 ദൂതന്മാരെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ദൂതന്മാരിലെല്ലാം ഏറ്റവും ബ്ലെസ്സിങ്സ് ലഭിച്ച, ഏറ്റവും റെക്കഗ്നീഷൻ ലഭിച്ച, ഏറ്റവും അപ്രീഷിയേഷൻ ലഭിച്ച, ഏറ്റവും അംഗീകാരം ലഭിച്ച, ഏറ്റവും അനുവാദങ്ങൾ ലഭിച്ച, ഏറ്റവും കൂടുതൽ സമ്മാനങ്ങൾ ലഭിച്ച ഒരേ ഒരാളാണ്. ആര്? അള്ളാഹുവിൻ്റെ ഹബീബ്, അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഈ സൂറത്തിൻ്റെ ഒരു പാർട്ട് 1, ഒരു 1ാം ഭാഗമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിനങ്ങോട്ട് തരുവാണ്. ഈ ഒരു ക്വാളിറ്റികളെല്ലാം എൻ്റെ ഈ വോയിസ് നിങ്ങൾ മിനിമം ഒരു 3 പ്രാവശ്യമെങ്കിലും നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞ ഓരോ പോയിന്റും നിങ്ങളൊരു ബുക്ക് എടുക്കൂ, ഒരു ബുക്ക് തന്നെ വാങ്ങിച്ചോ. ഇതിനു വേണ്ടി നിങ്ങളൊരു ബുക്ക് വാങ്ങിച്ചോ. അതായത് 1 by 1 ആയിട്ട് പോയിന്റുകൾ മാത്രം എഴുതി വെക്കാൻ നിങ്ങളൊരു ബുക്ക് വാങ്ങിക്കും. എന്നെ പഠിപ്പിച്ച സദർ ഉസ്താദ് ഇവിടെയുണ്ട്, ഈ ഗ്രൂപ്പിലുണ്ട്. എൻ്റെ ഖുർആൻ പാരായണങ്ങൾ, മദ്രസകളിൽ ഖുർആൻ പാരായണം എപ്പോഴും ഞാൻ പാരായണം ചെയ്യാൻ സ്റ്റേജ് പ്രോഗ്രാമുകളിൽ എന്നെ പങ്കെടുക്കുവാൻ നിർബന്ധിച്ച മഹാനായ മനുഷ്യനാണ് എൻ്റെ ഉസ്താദ്, സദർ ഉസ്താദ്. അള്ളാഹുവെ, അദ്ദേഹത്തെ ഒരു കാലത്ത് അദ്ദേഹം ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച മനുഷ്യനാണ്. നമ്മുടെ ഉളിയന്നൂർ നിവാസികളിൽ നിന്നും അദ്ദേഹം ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണത്. അപ്പോൾ അതിൻ്റെ എല്ലാം പ്രായശ്ചിത്തമായിട്ട് ഞാൻ എൻ്റെ ഉസ്താദിനോട് ക്ഷമ ചോദിക്കുകയാണ്. അതിനുശേഷം ഞാൻ എൻ്റെ അറിവ് കൂടി ഒരു സമ്മാനമായിട്ട് എൻ്റെ ഉസ്താദിന് നൽകുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ഒന്ന് മനസ്സിരുത്തി പഠിക്കുക. എൻ്റെ ഉസ്താദിന് ഞാൻ ഈ സമ്മാനം കൊടുക്കുന്നതിന് മുമ്പ് 3 പ്രാവശ്യം ഞാനൊരു ഉമ്മച്ചിക്ക് കൊടുക്കുകയാണ്, എൻ്റെ ഉമ്മാക്ക് കൊടുക്കുകയാണ് ഞാൻ ഈ സമ്മാനം. അതിനുശേഷം എൻ്റെ വാപ്പച്ചിക്കും, അതിനുശേഷം എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ കൊച്ചിനും, ശേഷം എൻ്റെ വീട്ടുകാർക്കും എന്ന് വേണ്ട എല്ലാ വിശ്വാസി സമൂഹങ്ങൾക്കും കൂടി ഞാനിത് കൊടുക്കുകയാണ്. കാരണം ഇത് എൻ്റെ അല്ല, എനിക്ക് അള്ളാഹു തന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചാൽ അവനത് നടപ്പിലാക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചാൽ അവനത് തിരിച്ചെടുക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചാൽ അവനത് നിലനിർത്തും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളിത് ഹൃദ്യസ്ഥമാക്കൂ, ഇത് പഠിക്കൂ. അപ്പോൾ നിങ്ങളൊരു ഒരു വരയില്ലാത്ത ബുക്ക്, ഒരു വെള്ള എം ടി ലൈൻസ് ഒന്നും ഇല്ലാത്ത, വിത്തൗട്ട് എനി കൈൻഡ് ഓഫ് ലൈൻസ്, ഒരു വലിയ ബുക്ക് തന്നെ വാങ്ങിച്ചോളൂ. നല്ല കനത്തിലുള്ളൊരു ബുക്ക് തന്നെ വാങ്ങിച്ചോളൂ. ഈ ബുക്ക് എന്തിനാണ്? ക്വാളിറ്റികൾ എഴുതി വെക്കാൻ മാത്രം. 1 2 3 4 5 6 7 ഇങ്ങനെ പോയിന്റുകളായിട്ട് നിങ്ങൾ എഴുതണം. ക്വാളിറ്റീസ് ഓഫ് എ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിയുടെ ക്വാളിറ്റികൾ എന്നുള്ള ഒരു ഹെഡിങ് കൊടുത്തിട്ട് നിങ്ങൾ എഴുതി വെച്ചോളൂ. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ ഓരോ പോയിന്റുകളും, ഞാൻ എപ്പോഴൊക്കെ നിങ്ങൾക്ക് ക്വാളിറ്റികൾ പറഞ്ഞു തരുന്നുണ്ടോ ആ ക്വാളിറ്റികളൊക്കെ നിങ്ങൾ എഴുതി വെച്ചു. എന്നിട്ട് നിങ്ങൾ എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾ എഴുതിയതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക. എന്നിട്ട് എൻ്റെ പേഴ്സണൽ വാട്സപ്പിലേക്ക് എനിക്ക് അയച്ചു തരിക. അപ്പോൾ അതിലെന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അനുവാദത്തോടെ, ഖുർആനിൻ്റെ സഹായത്തോടെ ഞാൻ നിങ്ങൾക്കത് തിരുത്തി തരാം ഇൻഷാ അല്ലാഹ്. ചെറിയൊരു ഫാത്തിഹ ഓതി നമുക്ക് ദുആ ചെയ്യാം. إلى حضرة روح نبينا محمد المصطفى صلى الله عليه وسلم، إلى حضرة روح الأبي، إلى حضرة روح الإخواننا وأخواتنا. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. അള്ളാഹുവെ, പടച്ച തമ്പുരാനായ റഹ്മാനെ, എൻ്റെയും എൻ്റെ ഉമ്മയുടെയും ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെയും അവരുടെ മാതാപിതാക്കളുടെയും എൻ്റെ മാതാപിതാക്കളുടെയും, അള്ളാഹുവെ, എൻ്റെ മുദ്രാവാക്യത്തിൽ ഞാൻ പറയുന്ന ആളുകളുടെ ഒക്കെയും മുസ്ലിം സമുദായത്തിന് മൊത്തമായും
അള്ളാഹുവേ നീ അവരുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു കൊടുക്കണേ അല്ലാ, ഹൃദയത്തെ ശുദ്ധീകരിച്ചു കൊടുക്കണേ അല്ലാ, ഹൃദയത്തെ ശുദ്ധീകരിച്ചു കൊടുക്കണേ അല്ലാ. നിന്നെ സ്ഥിരമായി പ്രശംസിക്കുന്ന അടിമകളുടെ കൂട്ടത്തിൽ, അൽഹംദുലില്ലാ എന്ന് പറയുന്ന അടിമകളുടെ കൂട്ടത്തിൽ ഈ പറഞ്ഞ എല്ലാ വിഭാഗം ആളുകളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. ആമീൻ ബി അൻവാഇ റഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.